TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണവും നടക്കുമെന്ന് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഡേവിഡ്സൺ. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല, എല്ലാ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ADGP വ്യക്തമാക്കി. നേരത്തെയും ഇതേ സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ റാലി നടത്തിയിരുന്നു. 500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നുവെന്നും ADGP പറഞ്ഞു. എന്നാൽ അന്ന് 10,000 പേര് ഉണ്ടാകുമെന്ന് TVK ഭാരവാഹികൾ അറിയിച്ചിരുന്നത്. 15,000 മുതൽ 20,000 വരെയാണ് പോലീസ് പ്രതീക്ഷിച്ചിരുന്നത്. ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിച്ചിരുന്നു. ഇത്തരം റാലികൾക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും പോലീസ് ഒരുക്കിയിരുന്നു. 25,000 മുതൽ 30,000-നടുത്ത് ആളുകൾ എത്തിയെന്നാണ് കണക്കുകൂട്ടൽ. നീണ്ടുകിടക്കുന്ന റോഡിലാണ് റാലി നടന്നത്. ആളുകൾ വിജയുടെ വാഹനം പിന്തുടരുന്നത് തിക്കും തിരക്കും കൂടാൻ കാരണമായി. ആളുകൾ സ്ഥലത്ത് നിന്ന് പോകാതെ മുന്നോട്ട് നീങ്ങിയതും പ്രശ്നമുണ്ടാക്കിയെന്നാണ് ADGP പറയുന്നത്. 12 മണിക്ക് വിജയ് എത്തുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ വൈകിട്ട് 7 മണിയോടെയാണ് എത്തിയത് എന്നാണ് പറയുന്നത്. രാവിലെ 10 മണി മുതൽ ആളുകൾ ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളം പോലും കുടിക്കാതെ ആളുകൾ അവിടെ കാത്തിരുന്നു. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ADGP പറഞ്ഞു.